ഇതിനെ എതിർത്തിട്ട് കാര്യമില്ല. തസവ്വുഫിന്റെ ഇൽമു എന്ന് പറഞ്ഞ ഇൽമു തൗഹീദാണ്. അതുകൊണ്ട് ആ ഇൽമു തൗഹീദ് പല രീതിയിലാണ് ഓരോരുത്തരെയും കഴിവനുസരിച്ച് അല്ലാഹു കൊടുക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് പാഠങ്ങൾ പഠിക്കുമ്പോൾ, ഹദീസുകൾ പഠിക്കുമ്പോൾ, ആയത്തുകൾ പഠിക്കുമ്പോൾ, ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് മറന്നു പോകുന്നു നബിയേ, അതുകൊണ്ട് അതൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞപ്പോൾ താൻ വിരിച്ചിരിക്കുന്ന തന്റെ മേൽത്തട്ടമൊന്ന് വിരിക്കാൻ പറഞ്ഞു. അതെടുത്തു കൊടുത്തിട്ട് 2 കോലൽ കോലി കൊടുത്തു. ഈ കോലൽ കോലി കൊടുത്തിട്ട് മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ദുനിയാവിലാടത്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു കൊടുത്താൽ അബൂ ഹുറൈറ നിങ്ങൾ ആളുകൾ വെച്ചേക്കത്തില്ല കൊന്നുകളെ ഇൽമു തൗഹീദ ദാലികൽ കിതാബു ലാ റൈബ ഫീ. ആ കിതാബ് നമ്മൾ പറയും. അതുമായി ബന്ധപ്പെട്ട് മഹാനാവുന്ന ഒരു ശേഖരന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ആ ശേഖ് അവர்கள் തന്റെ മുരീദിനോട് പറഞ്ഞു, ഇതിനകത്തൊരു മുസ്ഹഫ് ഉണ്ട്, ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് പെട്ടിയാക്കി വെച്ചിരിക്കുകയാണ്. 40 വർഷം കൊണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മൾ ആകാംക്ഷയോട് കാത്തിരുന്ന ആത്മദാസ് സാമിക്ക് അവர்கள் പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഹിദായത്തിന്റെ കാരണമാകുന്നതാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാമിജി വളരെ ആദരവോടുകൂടെ സ്ഥാപനം ശ്രമിക്കുകയാണ്. അന്യാംശ